ഇവർ കീഴ്വായ്പൂർ വരുമ്പോൾ ഇവരുടെ കൂട്ടത്തിൽ 2 പോലീസുകാരും കൂടി ഇങ്ങോട്ട് വരിക. വന്നേച്ച് ഇവിടുന്ന് 2 പേരെ കൂടെ അങ്ങോട്ട് കൊണ്ടുപോയച്ച് ഇവരെ അവിടെ നിർത്തിക്കൊണ്ട് ചോദിക്കുക എന്താണ് ഇവർക്ക് കൊടുക്കാനുള്ളത്, എന്താണ് ഇവർക്ക് വേണ്ടത്. എന്നിട്ട് ആ പഴയ എഫ് ഐ ആർ ഇട്ട് ഇങ്ങനെ തരിക, ഞങ്ങൾ കോടതിയിൽ കൊടുക്കാനായിട്ട്. ഇവർക്ക് എന്താ ആവശ്യം എന്നുള്ളത് ഇവരെ കൊണ്ട് ചോദിക്കും. ഇവർക്ക് എന്താ വേണം, ഇവരോട് എന്താ ചെയ്തെന്ന് ഇവരോട് തന്നെ പറയുക. പഴയ എഫ്.ഐ.ആർ ഇട്ട് കേസ് രജിസ്റ്റർ ചെയ്ത് പേപ്പർ ഇങ്ങിതാ എഴുതി തരിക, അല്ലെ ഇവരോട് എഴുതി മേടിക്കുക ഇവർക്ക് എന്താ കൊടുക്കാനുള്ളതെന്ന്. മാളു, ഞാൻ ഉണ്ണാക്കനായിട്ടല്ല ഞാൻ ഒന്നും തെറി പറയാതെ മിണ്ടാതിരിക്കുന്നത്. ഉണ്ണാക്കനായിട്ടല്ല. നല്ല ആമ്പിള്ളേർ കൊച്ചുങ്ങളെ ഉണ്ടാക്കാൻ നല്ല തൻ്റെടമായിട്ട് അറിയാവുന്ന, സെക്സ് ചെയ്യാൻ അറിയാവുന്ന തന്നെ ഞാനും. ആണുങ്ങളെ ഉണ്ടാകത്തുള്ളൂ ഞങ്ങൾക്കല്ല ഈ വഴിവിട്ട് ചാവാലി പെണ്ണുങ്ങളോട്ട് ഉണ്ടാകത്തില്ല. നീയൊക്കെ കുടുംബം മുടിഞ്ഞ സന്താനങ്ങളാണ്, അത് മനസ്സിലാക്കുക. നിന്റെയൊക്കെ സംസ്കാരം അതാ. ഞങ്ങളെ ഇനി നിർബന്ധിച്ച് പിന്നെ ആക്ഷേപിക്കാനായിട്ട് ശ്രമിക്കരുത്. ഞാൻ നിന്നെ എന്തിനേലും പറഞ്ഞ് വഴക്കുണ്ടാക്കാനായിട്ട് വന്നിട്ടുണ്ടോ? എൻ്റെ വീട്ടിൽ നിന്ന് നീ സവോളയും ഉള്ളിയും സാധനം എല്ലാം ആരുമില്ലാഞ്ഞ നേരം നോക്കി എന്നോട് അനുവാദം മേടിച്ചിട്ട് നീ മുറിക്കകത്ത് കയറി എടുത്തുകൊണ്ട് പോയ സ്ത്രീയാണ്. അതുപോലെ ഇരുന്നതാ. നീ ഗീതാകുമാരി പ്രസന്നയുമായിട്ട് സ്നേഹമാകൂ ആകാതിരിക്കൂ എന്തേലും ആയിക്കൂ, അത് നിങ്ങളുടെ കുടുംബപരമായിട്ടുള്ള കാര്യങ്ങൾ. നിങ്ങൾ ഞങ്ങളെ കൊല്ലന്മാരെ, അതായത് തുരുത്തിക്കാട്ടി കൊല്ലന്മാരെ, വിശ്വകർമ്മ കൊല്ലന്മാരെ എല്ലാം നിങ്ങൾ കൂട്ടിയടുപ്പിച്ചല്ലോ. എന്നെ കിട്ടി. അതുകൊണ്ട് പ്രസന്നയ്ക്ക് ആരേലും ഏതേലും ആണുങ്ങൾ ഭർത്താവായിട്ട് വന്നു? സുരേന്ദ്രൻ ഉണ്ടാക്കിയിട്ടുണ്ട്, രായൻ ഉണ്ടാക്കിയിട്ടുണ്ട്, പല ആണുങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ മക്കളുടെ തലമുറ വന്നപ്പം മക്കളും കിടന്നുണ്ടാക്കിയിട്ടുണ്ട്. ഏതൊക്കെ ആണുങ്ങളില്ല ഉണ്ടാക്കിയിട്ട് ഒരുത്തനെങ്കിലും ഭർത്താവായിട്ട് വന്നു? ആ അണ്ടിയില്ലാത്ത ഷണ്ണം തന്നെയല്ലേ ഇപ്പോഴും ഭർത്താവായിട്ടിരിക്കുന്നത്. അത് മനസ്സിലാക്കി നിങ്ങൾ ജീവിക്കാൻ നോക്ക്. ഞങ്ങളെ ശല്യം ചെയ്യാൻ വരരുത്. ഞങ്ങൾ ഒരു കാരണത്താലും നിങ്ങളോട് ശല്യത്തിന് 1 രൂപയ്ക്ക് പോലും ഞങ്ങൾ വന്നിട്ടില്ല. നിങ്ങൾ തന്നെ കൂടോത്രം തുടങ്ങിയത് നിങ്ങൾ തന്നെ നശിക്കും. അത് 100 തരുക. അത് എങ്ങോട്ടും പോകേണ്ട ആവശ്യമില്ല. 100 തരുക. ചട്ടം ചത്തത് അറിയാമല്ലോ, അതുപോലെ തിങ്ക ചത്തത് അറിയാമല്ലോ, പുഴുത്തല്ല ചത്തത് എന്ന് പറഞ്ഞതിനുണ്ട്. ഓരോന്നും നിങ്ങളൊക്കെ തന്നെ കണ്ടവൻ്റെ കുടുംബം മുടിച്ച് ഓരോന്ന് ചെയ്യുന്നതിന്. താടി കെട്ടായാലും എന്നൊക്കെ വിജയന് താടി കെട്ട് കാശുണ്ടാക്കാൻ നോക്കി. ഏതെല്ലാം പെണ്ണും പിള്ളയെ കൊണ്ട് കച്ചവടം ചെയ്യാൻ നോക്കി. ഏതെല്ലാം വിധേന എന്തെല്ലാം ചെയ്തു. പിന്നെ നുണ പറയുക, വീട്ടുകളിൽ പോകുമ്പോൾ കൊല്ലന്മാരുടെ കുറ്റം പറയുക. അവര് പോച്ചം പറിച്ച് മറ്റേതും ചെയ്ത് അവർ വ്യഭിചരിച്ചാണ് ജീവിക്കുന്നു. അന്നത്തെ കാലത്ത് ഇവൻ്റെ തന്തയിലാടി അതായിരുന്നു. എൻ്റെ അപ്പൻ ഗൾഫിലായിരുന്നപ്പോൾ ഒരു കുറഞ്ഞിക്കടവിലെ വീട് കുട്ടിച്ചോറാക്കി. എത്ര കുടുംബങ്ങൾ അവര് ഈ ആശാരി പട്ടികൾ നടന്ന് കുടുംബങ്ങൾ നശിപ്പിച്ചു. മധു എന്ന് പറയുന്നവൻ ഉണ്ടാക്കി. അവൻ്റെ കാര്യം ഇപ്പം ഞാൻ വെളിപ്പെടുത്തുന്നില്ല. അത് വീട് കത്തിച്ച് എഫ്.ഐ.ആർ കിട്ടട്ടെ, എങ്ങനെയും കിട്ടും, കിട്ടാതിരിക്കത്തില്ല. കാര്യം വെച്ചാൽ കോടതി കൊണ്ട് കൊടുത്തുവെച്ചാൽ മതി. നിങ്ങൾ ചെയ്യ്, ബാക്കിയുള്ളത് ഞാൻ പറയാം. 8 വർഷം കൊലപാതക കേസിലെ പ്രതിയെ അന്നേരം അങ്ങ് വരും ഗുണ്ട, കേട്ടോ. ഈ കൈയോടെ ഗുണ്ട അങ്ങ് പൊങ്ങും. അതുമൂലം എത്ര വഴക്ക് ഞങ്ങളുടെ വീട്ടിൽ നടന്നിട്ടുണ്ട്. എൻ്റെ വീടിൻ്റെ ഷീറ്റ് ഇട്ടുകൊണ്ടിരുന്നപ്പം ഞാൻ പണിക്ക് നിർത്തിയ ആൾക്കാരോട് പറഞ്ഞു പെയിൻ്റ് അടിക്കാനോ ഒന്നിനും ചെയ്യല്ലെന്ന്. അത് വേറെ ആരുമല്ല, രമേശ്, ബിജു കോശി എന്ന് പറയുന്ന കോശി, ഇവരെല്ലാമായിരുന്നു എൻ്റെ പണിക്കായിട്ട് നിന്ന് വീടിൻ്റെ. അവരോട് പറഞ്ഞതാ. നിങ്ങളൊക്കെ തന്നെ ആലോചിച്ച് നോക്ക്. ഈ കാലം ഒന്നും കുഞ്ഞുകളി കാലമല്ല. അതാദ്യം മനസ്സിലാക്കുക. പണ്ടായിരുന്നു വേശി വ്യഭിചരിച്ച ഉടനെ, റോഡിൽ കിടന്ന് വ്യഭിചരിച്ച ഉടനെ 10 പേരെ അല്ലെ അവിടെ കിടക്കുന്ന മെമ്പറിനെയും മറ്റവരെയും വിളിച്ചോണ്ട് വന്ന് അങ്ങനെ ഇങ്ങനെ മറ്റേ മറിച്ചതെന്ന് പറഞ്ഞ കേട്ട് അങ്ങ് ഊമ്പിക്കുന്ന പണി കാണിക്കുന്നത് പണ്ടത്തെ കാലമല്ല. ഇപ്പൊ എല്ലാം നേരെ പോകുന്ന ഒറ്റ കാരണമാണ്. കാര്യം എന്താ വെച്ചാൽ പ്രധാനമന്ത്രിയായിട്ടിരിക്കുന്ന നരേന്ദ്ര ദാമോദരദാസ് മോദി ആയിരിക്കുന്നത്. അതുപോലെ ഓരോ നിയമങ്ങളും ഉണ്ടാക്കും. പണ്ടായിരുന്നു ഉമ്മൻചാണ്ടി മറ്റേ ചാണ്ടി ഒക്കെ ബേസിക്കും വിചാരിക്കൽക്കും എല്ലാവർക്കും കണ്ണടച്ചു കൊടുക്കുന്ന നിയമം ഉണ്ടായിരുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ അവരും വ്യഭിചരിച്ചാലല്ലേ അവർക്കും ജീവിക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ള നിയമമുള്ളത്. ഇപ്പൊ അതൊക്കെ കാലം കഴിഞ്ഞു പോയി. ഇപ്പൊ പിണറായി വിജയൻ തന്നെ സാധ്യമായിട്ട് കഴിയുമ്പം നിയമമൊക്കെ മാറ്റി അങ്ങ് എഴുതും, അല്ലെ കയറി പെരക്കകത്ത് കയറ്റി വെട്ടിക്കും. ആ കാലമായത്. അന്നേരം ആരും കാണത്തില്ല ഈ പറയുന്ന നിയമം പറയാനായിട്ട്. ഈ വിനീഷിന്റെ വലിയ RSSന്റെയും CPM-ന്റെയും ഗുണ്ടകളുണ്ടായിരുന്നല്ലോ കുംഭമലയിൽ. വിളിച്ച ഉടനെ വന്ന് 10-35 എന്നെ വെട്ടാനായിട്ട് അങ്ങ് വന്നായിരുന്നില്ല. അവരൊക്കെ എന്നെ മാളത്തിൽ കയറിയിരിക്കുകയാണോ? വിളിച്ചോണ്ട് പോവാ, പത്തനംതിട്ടയ്ക്ക് പോവാം. അന്ന് കൂട്ടത്തിൽ വേശി പ്രസന്നെ കൂടെ കൂട്ടിക്കോണം, മക്കളെ കൂടെ കൂട്ടിക്കോണം. അതാകുമ്പോൾ നല്ലതാ. ആ വെട്ടാൻ വരുന്നവരും എല്ലാം കൂടെ അങ്ങ് വിളിച്ചോണ്ട് പോവാ.
നമുക്ക് പത്തനംതിട്ട SP ഓഫീസിൻ്റെ മുന്നേ നിന്ന് അങ്ങ് വെട്ടി അങ്ങ് യേശുദേവനെ കൊല്ലുന്നതിനുണ്ട് ഈ കേരളത്തിലെ ഏക വ്യക്തിയാകാം. വാ, വിളിച്ചോണ്ട് വാ എല്ലാവരും. ഇപ്പം നിനക്ക് തൊലി വെളുപ്പും മറ്റേ വെളുപ്പും ഈ തുപ്പൽ സന്തോഷും എല്ലാം വെള്ളം ഇറക്കിക്കൊണ്ടിരുന്ന് മാളത്തിരുന്ന് ഓത്തിത്തരും. എന്നതിനാ? പോലീസുകാരും വേണേ ഓത്തിത്തരും, വ്യഭിചാരം നടത്താമല്ലോ, അതിന് കാണത്തുള്ളൂ. അല്ലാതെ എന്നെ ഓലത്താനായിട്ട് വരാൻ നോക്കണ്ട. എൻ്റെ അമ്മ, നിങ്ങൾക്ക് 1 രൂപയ്ക്ക് പോലും ഒരു ദോഷം ഞങ്ങൾ ചെയ്യാനായിട്ട് പ്രാർത്ഥിക്കാനായിട്ടോ പോകുന്നില്ല. നിങ്ങൾ ദോഷം ചെയ്യുന്നത് അത് വെളിപ്പെട്ടു. അത് ഇനി അങ്ങനെ തന്നെ വരും, വന്നുകൊണ്ടേ ഇരിക്കൂ. അത് തറ പറഞ്ഞു പോകുന്നിടം വരെ, നിങ്ങളുടെ തറ പറഞ്ഞു പോകുന്നിടം വരെ ഞാൻ ഏതറ്റം വരെ പോവോ, ഏതൊക്കെ കോടതി ഉണ്ടോ അവിടം വരെ ഞാനും പോകും. നിങ്ങളെ കൂടോത്രം ചെയ്യുന്നുള്ളത് തെളിവ് കാണിക്കാനായിട്ട് തന്നെയാണ് പൂച്ചയുടെ ദേഹത്ത് ചൂടുവെള്ളം ഒഴിച്ചത്. ആ പൂച്ച തന്നെയാണല്ലോ നിങ്ങളുടെ വാതുക്ക വന്ന് തൂറുന്നതും നാശം ചെയ്യുന്നതും. ഞങ്ങൾ തീറ്റി കൊടുക്കുന്ന മാത്രമേ ഉള്ളൂ, എൻ്റെ അമ്മ തീറ്റി കൊടുക്കുന്ന മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെയാണ് പണ്ട് എല്ലാത്തിനും തീറ്റി കൊടുത്തത് എൻ്റെ അമ്മ. ആ അമ്മയായിരുന്നു അനുഭവിക്കുന്നത്, അല്ലാതെ നിൻ്റെയൊക്കെ തെറി കേൾക്കാനായിട്ടല്ല. മനസ്സിലാക്കുക. ഓരോന്നും കയറി വന്ന് നല്ല ശരിക്ക് ചളവ് ചപ്പുന്നതിനോട്ട് നല്ല പാലൊഴിച്ച് പാൽ കാപ്പി കുടിച്ച് നല്ലതായിട്ട് വളർന്ന വിജയനോട് തന്നെ പേര്. വട്ടനായിട്ട് നടന്നപ്പോഴും രായമ മതിയായിരുന്നു, കൊല്ലത്തി രായമ മതിയായിരുന്നു. ഇപ്പോൾ ആ കൊല്ലത്തി രായമയെ അന്ന് ഇച്ചയായിരുന്നു വിളിക്കുന്നത്. ഇച്ചയ് പച്ച മലയാളത്തിൽ പറയാം. ഇപ്പം അവനങ്ങ് പുച്ഛമാ. എന്തുവാ അവൻ വലിയ അങ്ങ് കൊണാണ്ടറായിട്ട് ഏതേലും വകുപ്പിൽ പറയാനായിട്ട് അവന് ഒരു 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 നിലപാടുണ്ടോ? എന്നെ കള്ളക്കേസിൽ കുടുക്കിയ പോലെ തന്നെ ദൈവം അവൻ്റെ മക്കളെ ഓരോന്നിനെയും ഓരോ കേസിൽ നല്ല പാരമ്പര്യം പറയുന്ന രീതിയിൽ കേസിൽ കുടുക്കി. എൻ്റെ ചേട്ടത്തെയും കൊണ്ട് കള്ളക്കേസ് കൊടുത്തു. ഗാർഹിക പീഡനം, അസംബന്ധ നടപടിയോ ഏതാണ്ട് വകുപ്പെല്ലാം കൂടെ വെച്ച് കോടതി ചെന്നപ്പോൾ എന്നെ പറ്റി സ്വാഗതപ്പോയി. കൊച്ചുപറമ്പി സണ്ണിയും കൊണ്ട് പണത്തെ പൈസ തെളിയിക്കാതിരിക്കാനായിട്ട് കേസ് കൊടുപ്പിച്ചു. എന്തോ പറ്റി? അതും സ്വാഗതത്തുള്ളൂ. കാര്യം എന്നറിയാം, അവൻ ഇവിടുത്തെ പെലേൽ ജാതികളെ റേപ്പ് ചെയ്ത വീഡിയോ, മുട്ടത്തിൽ നിന്ന് അടി കിട്ടിയ വീഡിയോ ഇങ്ങനെ ഓരോന്നെൻ്റെ ഇരിക്കുക. അവൻ തന്നെ തുടങ്ങി വെച്ചു, അവനിട്ട് തന്നെ പണിയാനായിട്ട്. കോടതി ചെന്നിട്ട് വക്കീലിനോട് ചോദിക്കുന്നു, ഞാൻ അതൊന്ന് കൊടുക്കട്ടെ എന്ന് ചോദിക്കുന്നത്. അയാൾ അതിന് മുന്നേ തന്നെ പറഞ്ഞ മറുപടി അല്ലാതെ തന്നെ ആ വക്കീലിനെ അങ്ങ് മാറ്റിച്ചു. വേറെ വക്കീലില്ലാത്ത, കേരളത്തിൽ വേറെ വക്കീലില്ലാത്തതിനോട്ട്. കേട്ടോ, നിങ്ങൾ ഓരോ തോന്നിവാസം കാണിക്കുന്ന നിങ്ങൾക്ക് തന്നെ കുരിശയാകത്തുള്ളൂ. കാര്യം തന്നെ നിങ്ങൾക്ക് നിലപാടില്ല. തന്തയ്ക്ക് പറഞ്ഞവരോട് കളിക്കാൻ പോവല്ല. ആദ്യം തന്തേലാഴി എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക, എന്നിട്ട് വേണം ഓരോ കാര്യം ചെയ്യാനായിട്ട് ഇറങ്ങാൻ. അല്ല ഇങ്ങനെ വന്ന് ഭവിക്കത്തേ ഉള്ളൂ. ഞാൻ ഫോണിൽ കൂടെ ഇരുന്ന് പണി തീർത്തേ ഉള്ളൂ. കാര്യം എന്നാന്ന് ചോദിച്ചാൽ, എനിക്ക് ഈ വീടുമായിട്ട്, അതായത് ചിറയിലിരിക്കുന്ന വീടുമായിട്ട് യാതൊരു ബന്ധവുമില്ല. നിങ്ങൾ പറഞ്ഞുണ്ടാക്കിയ അവിഹിത ബന്ധമേ കാണത്തുള്ളൂ, എനിക്കല്ലാതെ ബന്ധമില്ല. എന്നെ സംരക്ഷിച്ച് നിർത്തിയ ആൾക്കാർ വേറെയാണ്, നിങ്ങൾക്കറിയത്തില്ല. അവർ തന്തയ്ക്ക് പറഞ്ഞവരാണ്, തന്തയെ കണി കണ്ടിട്ടുള്ളവരുവ. അവർ ഒന്ന് കാണിക്കാനായിട്ട് തുടങ്ങിയപ്പം ഒന്ന് ഒതുങ്ങിയായിരുന്നു. ഇനി അവർ കാണിക്കാനായിട്ട് തയ്യാറാണ്. നിങ്ങൾ അവരിപ്പുറത്ത്. എൻ്റെ പേരും പറഞ്ഞ് കിണറ്റിൻകരയിൽ നിന്ന് വെള്ളം കോരി സന്തോഷ് പറഞ്ഞല്ലോ, ആണുങ്ങളായ വല്ലപ്പോഴും വ്യഭിചരിക്കാൻ പോകുന്നു. എന്നിട്ടെന്നാ അവൻ മോളെ പിടിച്ചിട്ടെന്നാ പറ്റി? അവന് വ്യഭിചാരത്തിന് കൂട്ടിരുന്നിട്ടാണോ വേറെ വീട്ടിൽ പോയി അടി കൊണ്ടത്? അതുപോലെ കള്ളം വിനോദം അടി കൊണ്ടത്. എൻ്റെ പേരും പറഞ്ഞ് കീഴ്വായ്പൂര് പോകുന്നു. പ്രായപൂർത്തിയാകാറായ മോളുണ്ടല്ലോ, ഒരു ഞള്ളു പോലത്തെ ഒരു കൊച്ചു വീഡിയോയ്ക്ക് ഇടയിലോട്ട് കയറി വന്നെന്ന് പറഞ്ഞാൽ ഗാർഹിക പീഡനമോ എന്തോ വേണേ പീഡനം പറഞ്ഞു വെച്ച് കേസ് കൊണ്ട് കൊടുത്ത് പോലീസുകാരോട് അങ്ങ് പോകാമോ? അതോ ഞാൻ വേറെ വേശ്യാലയമായിട്ട് പ്രഖ്യാപിക്കാൻ ഇനിയും വാർത്ത ഇട്ടുകൊണ്ടിരിക്കണം? എൻ്റെ പേരും പറഞ്ഞാണല്ലോ കേസിന് പോകുന്നത്. തിരിച്ചു വരുമ്പോൾ മോള് ഗർഭിണിയായിരുന്നാൽ മതി. കള്ളൻ്റെ പെരയ്ക്കകത്താണ് വെക്കുന്നത്. അപ്പം തന്നെ ഒരു പണിയായിരുന്നാൽ മതി. അപ്പച്ചിയെ പണിക്കൊണ്ടിരുന്നവൻ അവൻ ഇത്ര നാളും. അവനിട്ടും കിട്ടിയല്ലോ കെട്ടിയിട്ട് അടി കുരിശ് കവലയെന്ന് നാട്ടുകാർ പിടിച്ച് കെട്ടി. ആ വാക്കും മറന്നിട്ടാണെങ്കിൽ മാളു ചെല്ല്. പിന്നെ അമ്മയെ പറ്റി പറയുമ്പോൾ, എൻ്റെ അമ്മയെ നിരന്തരം നീ തെറി വിളിച്ചത് മറന്നിട്ടാണെങ്കിൽ നിൻ്റെ അമ്മ എൻ്റെ അടുത്ത് കൊണ്ട് നിർത്താവോ? ഞാൻ ലോഡ്ജി വെച്ച് കണ്ട കാര്യം അന്നേരം അമ്മ നിന്നോട് തന്നെ പറയും. കേട്ടോ, മാളുവിൻ്റെ അമ്മ. കേട്ടോ, എൻ്റെ കൂട്ടുകാരൊന്നും ചത്തൊന്നും പോയിട്ടില്ല. ആരൊക്കെ കൊണ്ടുവന്നെന്നുള്ളത് അന്നേരം പറയും സമൂഹത്തിൽ.
ആദ്യമായിട്ട് മാളുവിൻ്റെ അമ്മ വീട്ടിൽ വന്നപ്പം കള്ളൻ വിനോദിൻ്റെ താഴത്തെ വീട്ടിൽ വന്നപ്പോൾ എന്നെ കണ്ടപ്പം കള്ളൻ വിനോദിൻ്റെ വീട്ടിൽ നിന്ന് ഓട്ടോ പിടിച്ചു കടക്കാൻ വഴി വിട്ടല്ലോ. അതൊന്നും ഞാൻ മറന്നിട്ടല്ല ഞാൻ മിണ്ടാതെ ഈ ചിറയിൽ വീട്ടിൽ കയറി ഇരുന്നത് കേട്ടോ. ആ സമൂഹത്തിനോടൊന്ന് പറയാൻ വേണ്ടി ആവശ്യമുണ്ടായിട്ട് ആരൊക്കെ വേശി എന്നുള്ളത് ആശാരി കൂട്ടമാണോ വിജയൻ്റെ കൂട്ടമാണോ ഏതൊക്കെ കൂട്ടം നല്ല ആശാരിമാർ തുരുത്തിക്കാട്ടിലുള്ളതുകൊണ്ട് ഞാൻ പെതുക്കെ ആശാരി പെതുക്കെ പറയുന്നു. അവർ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ആശാരി. നീയൊക്കെ എങ്ങാണ്ട് തന്തയെ കാണി കണ്ടിട്ടുള്ള ആശാരിമാരാണ്. ആദ്യം വിജയൻ്റെ തന്ത ആരാന്ന് ആദ്യം തിരക്കി പിടിച്ച് മനസ്സിലാക്കുക. ഒരു തന്ത ഉണ്ടായിരുന്നു, 3 സ്ത്രീകളുണ്ടായിരുന്നു, പിന്നെ വേറെ ആരാണ്ടൊക്കെ കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് ചട്ടനും മട്ടനും മൊട്ടനും ഒക്കെ ഉണ്ടായത് കേട്ടോ. വ്യഭിചാരം ഞങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതല്ല. ഞങ്ങൾ കുലത്തൊഴിലായിട്ട് തന്നെ ജീവിച്ച് വന്നവർ തന്നെയാണ്. ഞങ്ങളുടെ കട്ടുതീറ്റയും കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഓത്തിയ കൂടോത്രവും ഓത്തിയ പണിയും കാണിച്ച് അവിടെ കയറി മുട്ടത്തെയും തല്ലി ഓടിച്ചതിൻ്റെ വിട്ട് തന്നെ അവിടും തല്ലി ഓടിക്കുക ഞാൻ ഈ ഫോണും കൊണ്ട് തന്നെ ചെയ്യും ഞാൻ കേട്ടോ. നിങ്ങൾ എവിടെ വേണേൽ കൊണ്ട് കേസ് കൊടുക്കുക. ആദ്യം ആ FIR ഇട്ടേക്കുന്ന കോടതിയിൽ നിന്ന് ഇട്ടേക്കുന്ന FIR ആദ്യം ഇടട്ടെ, എന്നിട്ടാട്ടോ കേട്ടോ പോലീസ് ഇങ്ങോട്ട് വരുന്നത് കേട്ടോ. ഇനി എവിടെ വേണേൽ ജില്ലാ കളക്ടറിൻ്റെ കൊണ്ട് കൊടുത്തിട്ട് പോവാം.